എനിക്ക് വന്ന ഓഡിയോ പുറത്ത് വന്നത് എന്താണെന്നുള്ളത് എനിക്കറിയില്ല. അതെൻ്റെ മുമ്പിലുള്ളൊരു സബ്ജക്റ്റേ അല്ല. ഈ ഇഷ്യൂ സംബന്ധിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടി KPCC ഒരു ഉപസമിതിയെ വെച്ചു. ഞാൻ ചെയർമാനായിട്ടുള്ള സമിതിയാണ്. ഞങ്ങളവിടെ പോയി ആ വീട്ടുകാരോട് നേരത്തെ പറഞ്ഞ് ചെല്ലും എന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ DCC ഓഫീസിൽ പോകുന്നതിന് മുമ്പ് തന്നെ വിജയേട്ടൻ്റെ വീട്ടിലോട്ടാണ് പോയത്. അവരെയെല്ലാം കണ്ടു, സംസാരിച്ചു, അവരുടെ ഭാഗത്തു നിന്നുള്ള അഭിപ്രായങ്ങളെല്ലാം കേട്ടതിന് ശേഷം നമ്മളൊരു നിഗമനത്തിലെത്തി. ആ നിഗമനം റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ KPCCക്ക് കൊടുക്കുകയും ചെയ്തു. KPCCക്ക് മാത്രമല്ല, എന്നെ ഈ കാര്യം നിയോഗിച്ച നേതാക്കന്മാർക്കും ഞാൻ ഈ റിപ്പോർട്ടിൻ്റെ ഒരു കോപ്പി കൊടുത്തിട്ടുണ്ട്. ഇനി ആ റിപ്പോർട്ടിനകത്തെ വിവരം ഞാനായിട്ട് പുറത്ത് പറയുന്നത് ശരിയല്ല. അത് പുറത്ത് വരണമെങ്കിൽ ആ റിപ്പോർട്ട് രഹസ്യമായി കൊടുക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ രഹസ്യമായി കൊടുത്തിട്ടുണ്ട്. അത് പിന്നെ പരസ്യപ്പെടുത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് എന്നെ നിയോഗിച്ച ആളുകളാണ്. അല്ലാതെ ഞാൻ തന്നെ ഇത് ലീക്ക് ഔട്ട് ചെയ്ത് കൊടുക്കുന്ന ഒരാളായിട്ട് അധപ്പതിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ട് ഞാൻ ആ നടപടിക്ക് പോകില്ല. അതുകൊണ്ട് കൃത്യമായ രൂപത്തിൽ നമ്മൾ കൊടുക്കേണ്ട റിപ്പോർട്ട് ആ യഥാസ്ഥലത്ത് കൃത്യമായി എത്തിച്ചിട്ടുമുണ്ട്. എന്നെ അവർ അതിനുശേഷം കരാറല്ലല്ലോ, ഞങ്ങൾ ചെന്നു കണ്ടു, തൽസ്ഥിതി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ KPCCക്ക് റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം അവരെന്നെ വന്ന് കണ്ടിരുന്നു. പത്മജ എന്നെ വന്ന് കണ്ടിരുന്നു. അവർ എൻ്റെ അടുത്ത് സംസാരിച്ചു. അവരവരുടേതായ ദുഃഖവും പ്രയാസങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പരിഹരിക്കാൻ കഴിയത്തക്ക രൂപത്തിൽ പാർട്ടിയിൽ നിന്നും ചില നടപടികൾ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതേതൊക്കെ എന്ന് എനിക്ക് സ്ട്രൈറ്റായിട്ട് പറയാൻ കഴിയുന്നില്ല. കാരണം അത് എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഞാനുമായിട്ട് ആലോചിച്ചിട്ടല്ല. പക്ഷേ അതിൻ്റെ റിപ്പോർട്ട് അവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും എന്നുള്ള പ്രതീക്ഷയാണ് എനിക്കുള്ളത്. എങ്ങനെയാ? അല്ലല്ല, നീതി അനീതി പറയേണ്ട ഒരാൾ ഞാനല്ലല്ലോ. ഞാൻ പറയേണ്ടത് വളരെ വ്യത്യസ്തമായ സാഹചര്യത്തിലാണ്. ഞാൻ നീതി വളർത്തിയില്ല എന്ന് പറഞ്ഞിട്ട് അത് ആഘോഷിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഈ ചോദ്യം എന്ന് എനിക്കറിയാം. പക്ഷെ നമ്മൾ തമ്മിൽ തർക്കമില്ലാത്ത ആളുകളായതുകൊണ്ട് ഞാൻ ആ ആഘോഷത്തിൻ്റെ ഭാഗമായി ചേരുന്നില്ല. പക്ഷേ യാഥാർത്ഥ്യത്തിൽ നിന്ന് എനിക്ക് ഒളിച്ചോടാൻ പറ്റിയല്ല. ആ പാർട്ടിയിൽ നിന്ന് നിയോഗിച്ചു, ഞങ്ങളവിടെ പോയി കാര്യങ്ങൾ വിലയിരുത്തി, റിപ്പോർട്ട് എഴുതി, റിപ്പോർട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുത്തു. അതിൻ്റെ മേൽ ചില ഫർദർ നടപടികളും എടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, പത്മജി എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെയൊന്നും പറയില്ല. എൻ്റെ പണി അതൊന്നും അല്ലല്ലോ. എൻ്റെ പണി കൂടെയുള്ള സഹപ്രവർത്തനെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്നതാണ് എൻ്റെ പണി. അതൊന്നും ഞാൻ പറയില്ല. എൻ്റെ അറിയാവുന്ന ആളുകളും ഞാനത് പറഞ്ഞു എന്ന് വിശ്വസിക്കത്തുമില്ല. ഞാനതൊന്നും പറയത്തുമില്ല. അല്ല, ഭാഗികമായി ഞാൻ പറഞ്ഞല്ലോ. ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിലെ അവസാനത്തെ സെൻറ്റൻസ് അതാണ്. കുറേ കാര്യങ്ങൾ നടപ്പാക്കിയിട്ടുണ്ടാകും എന്നാണ് എൻ്റെ വിശ്വാസം എന്ന് ഞാൻ പറഞ്ഞു. അത് ഞാൻ പറയാൻ കാരണം എന്തൊക്കെയാണ് നടപ്പാക്കാത്തത്, എന്തൊക്കെയാണ് നടപ്പായത് എന്നുള്ളതിനെക്കുറിച്ച് എന്നോട് കൃത്യമായി ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറഞ്ഞത്. വരട്ടെ, അത് അന്വേഷിക്കേണ്ടി വന്നാൽ ആ സമയത്തല്ലേ ഉള്ളൂ. ഇവിടെയുള്ളത് നമ്മൾ കൊടുത്ത റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അത് പൊടിയടിച്ചിരിക്കുകയാണോ, അതെയോ അതിൻ്റെ പുറത്ത് ഫർദറായിട്ടുള്ള എന്തെങ്കിലും സ്റ്റെപ്സ് എടുത്തിട്ടുണ്ടോ? ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഫർദറായിട്ട് ചില സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഏത് ഘട്ടം വരെ എന്നെനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. അതേതായാലും അതിനൊരു പരിഹാരം ഉണ്ടാക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാനും ഇരിക്കുന്നത്. അത് പാർട്ടിക്കകത്ത് ആത്മഹത്യ എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആത്മദുഃഖം ഉണ്ടാക്കുന്ന കാര്യമല്ലേ. അതിൽ വേദനയില്ലാത്ത ആളുകൾ ആരാണ്? അതല്ലല്ലോ പ്രശ്നം. അതിൻ്റെ റീസൺ എന്താണ് എന്ന് കണ്ടെത്തണം. ആ റീസണ് നമുക്ക് അതിൻ്റെ നന്നായിട്ട് കൃത്യമായ അതിൻ്റെ ഒരു ചികിത്സ ഉണ്ടാകണം.
അതല്ലാതെ ആത്മഹത്യയല്ലല്ലോ ഇതിനൊക്കെ ഒരു പരിഹാരമാർഗം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകരുതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ എന്തൊക്കെയാണെന്നുള്ളത് അതിന് ഫർദറായിട്ട് ഒന്ന് പരിശോധിച്ചെങ്കിൽ എനിക്കും ഫൈനലായി പറയാൻ പറ്റും. എങ്ങനെ അന്വേഷണം അതല്ല, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറേ ഒരു ഇഷ്ടയില്ലായ്മയുടെ പ്രശ്നമുണ്ട്. ആ ഇഷ്ടയില്ലായ്മയുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള മറ്റ് പൊളിറ്റിക്കലായിട്ടുള്ള ഡിസിഷൻ കൂടി വരണം. അതൊരു പാർട്ടി ചെയ്യാതിരിക്കില്ലല്ലോ, അതിനു വേണ്ടിയുള്ള പരിശ്രമം ഉണ്ടാകുമല്ലോ. അങ്ങനെ ഏകോപിച്ച് പോകുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും UDF-നെയും സംബന്ധിച്ച് വയനാടെന്ന് പറയുന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെൻറ്ററാണ്. ഒരു കാലത്ത് ഞങ്ങൾക്ക് 3 MLA-മാർ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പം തന്നെ നല്ല രൂപത്തിൽ ഞങ്ങൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആയിട്ട് അത് നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഞങ്ങളെ ഒന്ന് ചെറുതാക്കി കളയാം എന്ന് കരുതി ഇതിനൊരു ആയുധമായി വിനിയോഗിക്കുന്നവരും ഉണ്ടാകും. ആ ആയുധമായി വിനിയോഗിക്കുന്ന ആളുകളുടെ മുമ്പിൽ നമ്മൾ ഒരു നിന്നു കൊടുക്കരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് പാർട്ടിക്കകത്തത് കൃത്യതയോടുകൂടി പോകട്ടെ, ഭംഗിയായി പോകട്ടെ, ഉയർന്നു വന്നിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് തന്നെ പരിഹാരമുണ്ടായി മുന്നോട്ട് നീങ്ങണം എന്നാണ് എൻ്റെ അഭിപ്രായം.